നോമിനേഷൻസ് കഴിഞ്ഞപ്പോൾ വമ്പൻ ട്വിസ്റ്റാണ് ബിഗ് ബോസ് കൊണ്ടുവന്നത്. നോമിനേഷൻസിൽ 7 പേർക്ക് പ്രത്യേക അധികാരം സ്വേച്ഛാധിപതികൾ കൊടുത്തിരുന്നു. ആ 7 പേർക്ക് മാത്രമാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു ഇത്തവണ. അപ്പോൾ അങ്ങനെ അവർക്കൊരു കാർഡ് കൊടുത്ത് അവർക്കൊരു പ്രിവിലേജ് കൊടുത്തപ്പോൾ അവർ വലിയ സന്തോഷത്തോടെയൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ നോമിനേഷൻസ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് അങ്ങ് നടത്തി. നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു, പക്ഷേ എല്ലാവരും പിരിഞ്ഞു പോകാൻ വരട്ടെ, എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് കൊണ്ടുവരണ്ടേ എന്ന് ചോദിച്ചിട്ട് ആ സെലക്ട് ചെയ്യപ്പെട്ട 7 പേര് ഇനി മുതൽ സ്വേച്ഛാധിപതികളുടെ കീഴിലായിരിക്കുമെന്ന്. അതായത് സ്വേച്ഛാധിപതികൾക്ക് അവരെ ഇനി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് സ്വേച്ഛാധിപതികൾക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നത് പിന്നീട് അറിയിപ്പ് നൽകാമെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. എന്തായാലും സ്വേച്ഛാധിപതികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെയാണ് നോമിനേഷൻ കാർഡ് കൊടുത്ത് സെലക്ട് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ കൺട്രോളാണ് സ്വേച്ഛാധിപതികളിലേക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവർ തൽക്കാലത്തേന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ഇത്തവണ പല പല ട്വിസ്റ്റുകളും കൊണ്ടുവരുന്നുണ്ട്. എല്ലാം അടിപൊളിയാണ്. ഇങ്ങനെ ട്വിസ്റ്റുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഗെയിം കാണാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. എന്തായാലും ഇത് അടിപൊളി ട്വിസ്റ്റാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.